എറണാകുളം കാക്കനാട് നിന്ന് 20 ലക്ഷത്തിന്റെ സ്വർണവുമായി മുങ്ങിയ പ്രതികൾ എന്തായാലും പിടിയിലായിരിക്കുന്നു. പശ്ചിമബംഗാൾ സ്വദേശികളായ പ്രശാന്ത് സർക്കാർ, റഫീഖുൽ മുൻസി, രാഹുൽ പണ്ഡിറ്റ് എന്നിവരാണ് പിടിയിലായത്. ആൻഡമാൻ ദ്വീപിലെ കാടുകളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ഷാബാസ് അഹമ്മദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഷാബാസ്, എങ്ങനെയാണ് ഇവർ ആൻഡമാനിൽ ഉണ്ട് എന്ന വിവരം കിട്ടിയത്? മധു, ഈ മോഷ്ടിച്ച 20 ലക്ഷം രൂപയോളം സ്വർണവുമായി പ്രതികൾ മുങ്ങുമ്പോൾ അറിഞ്ഞില്ല പോലീസ് സംഘം അവരെ തേടി അവിടെ വരെ എത്തുമെന്ന്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ഈ കാക്കനാടുള്ള ഈ ഒരു കമ്പനിയിൽ നിന്ന് 141 ഗ്രാം സ്വർണ്ണാഭരണവും മോഷ്ടിച്ചുകൊണ്ട് ഈ 3 പ്രതികളും കടന്നു കളയുന്നത്. പിന്നീടാണ് അതിസാഹസികമായ ഒരു കീഴ്പ്പെടുത്തലിലൂടെ പോലീസ് സംഘം ഇവരെ വലയിലാക്കുന്നത്. പോലീസ് ഇവരെ കൃത്യമായി നിരീക്ഷിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പ്രതികൾ ആൻഡമാനിലുണ്ടെന്ന് മനസ്സിലാക്കിയത്. പിന്നീട് തൃക്കാക്കര പോലീസ് സംഘം അവിടേക്ക് തിരിക്കുകയും ഈ കാടുകളിലൂടെ നടത്തിയ വലിയൊരു തിരച്ചിലാണ് ഈ പ്രതികളെ അവിടെ നിന്ന് കണ്ടെടുക്കുന്നത്. ഈ പ്രതികൾ ഈ മോഷണ മുതലുമായി പോയ ശേഷം പിന്നീട് ഇവർ തമ്മിലൊരു തർക്കമൊക്കെ നടന്നിരുന്നു. ഈ മോഷണ മുതൽ പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം നടന്നു. അതിനുശേഷമാണ് ഈ പ്രതികൾ ആൻഡമാനിലുണ്ടെന്ന വിവരം പോലീസ് സംഘത്തിന് ലഭിക്കുന്നത്. ഉടൻ തന്നെ കേരള പോലീസ് സംഘം ആൻഡമാനിലേക്ക് തന്നെ പോയിക്കൊണ്ട് ഈ പ്രതികളെ വലിയൊരു അതിസാഹസികമായ ദൗത്യത്തിലൂടെയാണ് കീഴ്പ്പെടുത്തിയത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ മോഷണ മുതലിന്റെ വലിയൊരു ഭാഗം മുംബൈയിൽ നിന്ന് പോലീസ് സംഘം ഇതിനോടകം തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ പ്രതികൾ മോഷണ മുതലുമായി മുങ്ങുമ്പോൾ വിചാരിച്ചില്ല ഈ ആൻഡമാൻ വരെ എത്തിക്കൊണ്ട് പോലീസ് സംഘം അതിസാഹസികമായ ഒരു ദൗത്യത്തിലൂടെ ഇവരെ കീഴ്പ്പെടുത്തുമെന്ന കാര്യം അറിഞ്ഞിരുന്നു. എന്തായാലും 2 എന്തായാലും ആൻഡമാൻ വരെ പോയി കേരള പോലീസ് ഈ മോഷ്ടാക്കളെ പിടികൂടിയിരിക്കുന്നു. സ്വർണവും മുംബൈയിൽ നിന്ന് ഒരു വലിയ പങ്ക് അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ പ്രതികളെയും പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ്.